കണ്ണൂരിൻ്റെ വാഗമണ്ണെന്നോ മൂന്നാറെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ പൈതൽ മലയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പൈതൽ മല ഒരു കിടിലൻ ട്രെക്കിംഗ് പോയിൻ്റാണ്. ഫാമിലിയായിട്ടും ഒറ്റയ്ക്കും ഒക്കെ വരാവുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു ഹൈ റേഞ്ച് ഏരിയയാണ് പൈതൽ മല. രാവിലെ 9 മണി മുതൽ ഇവിടുന്ന് ട്രെക്കിങ്ങിന് പോകാൻ അനുവദിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഇതാണ് ഇവിടുത്തെ എൻട്രി പോയിൻ്റ്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം പൈതൽ മലയിലേക്ക് കയറാൻ. പ്ലാസ്റ്റിക് വിമുക്ത മേഖല എന്നൊക്കെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന മുകളിലേക്കാണ് ടിക്കറ്റ് എടുക്കാൻ പോകേണ്ടത്. അപ്പോൾ ക്യാമറയ്ക്കും മറ്റുമൊക്കെ സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. ഇപ്പം നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വരാം. ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ ട്രക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 60 രൂപയാണ് ഇവിടെ മുതിർന്നവർക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. കുട്ടികൾക്ക് 5 വയസ്സ് വരെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട. അതിന് മുകളിൽ പ്രായമുള്ളവർക്ക് ടിക്കറ്റ് നിർബന്ധമാണ്. ക്യാമറയ്ക്ക് 150 രൂപയാണ് ചാർജ് വരുന്നത്. ഈ കാണുന്ന വനത്തിലൂടെ നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം ട്രക്കിംഗ് ഉണ്ട്. 1 മണിക്കൂർ നടന്നിട്ട് വേണം നമുക്ക് പൈതൽ മലയുടെ ഏറ്റവും ടോപ്പ് വ്യൂവിലെത്താൻ. അവിടെ കാണുന്ന കാഴ്ചകൾ നമ്മുടെ കണ്ണിന് വളരെയധികം കുളിർമ നൽകുന്നതാണ്. നല്ല കല്ലും കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ റോഡുകളാണ്. കുത്തനെയുള്ള കയറ്റങ്ങൾ ഒരുപാടുണ്ട്. 2 കിലോമീറ്ററോളം ദൂരം ഇവിടെ നിന്ന് മലമുകളിലേക്കുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ 2 കിലോമീറ്റർ നടക്കാൻ നമുക്ക് ഏകദേശം ഒരു സാമാന്യം വേഗതയിൽ നടന്നാൽ തന്നെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ എന്തായാലും എടുക്കും. ഒറ്റയടിക്ക് കയറുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള പാറകളിലും മറ്റുമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് യാത്ര ചെയ്താൽ ആയാസകരമായിട്ട് ഈ മല കയറാനാവും. അവധി ദിവസങ്ങളിലൊക്കെയാണ് ഇവിടെ കൂടുതലായും ആളുകൾ വരുന്നത്. രാവിലെ 9 മണി മുതൽ 5 മണി വരെ മാത്രമേ പ്രവേശനമുള്ളൂ. അതിനുശേഷം മുകളിൽ നിൽക്കാനോ ഒന്നും പാടില്ല. 5 മണിക്ക് ശേഷം നിർബന്ധമായിട്ട് എല്ലാവരും മലയിറങ്ങി താഴോട്ട് വരണം. കാരണം വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. കൂടുതലായും കാട്ടാനകളുടെ ഒരു വിഹാര കേന്ദ്രം തന്നെയാണ് പൈതൽ മല. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ പൈതൽ മല സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ഇവിടെ മഴയുള്ള സമയത്തും മഞ്ഞുള്ള സമയത്തൊക്കെ അട്ടയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് യാത്ര ചെയ്യുന്നവർ പ്രത്യേകം അതിനുള്ള മുൻകരുതലൊക്കെ എടുത്തിട്ട് വേണം യാത്ര ചെയ്യാൻ. നമ്മൾ കുടുംബസമേതമാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ റിച്ചു. ഇവനെയും കൂട്ടിയിട്ടാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ഭാര്യയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവനിങ്ങനെ നടക്കാൻ മടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളവനെ മാടി വിളിച്ചിട്ടുണ്ട്. കുട്ടികളായിട്ടൊക്കെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊക്കെ നടക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മളവരെ എടുത്ത് നടക്കേണ്ടി വരും. അപ്പം അതിനുള്ള മുൻകരുതലൊക്കെ എടുത്തിട്ട് വേണം വരാൻ. കുട്ടികൾക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ കരുതണം. അതുപോലെ മുതിർന്നവർക്കും വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ കരുതിയിട്ട് വേണം യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട്. ഭക്ഷണവും സാധനങ്ങളൊക്കെ ഇവിടെ അനുവദനീയമാണ്. പക്ഷേ പ്ലാസ്റ്റിക് ഒന്നിലും പാടില്ല. ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇലയിലോ ടിഫിനിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവരാവുന്നതാണ്. ഭക്ഷണ വേസ്റ്റുകളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെയും മറ്റും വേസ്റ്റുകളൊന്നും ഇവിടെ ഒന്നും കാട്ടിലും മറ്റും നിക്ഷേപിക്കാതെ ശ്രദ്ധിക്കണം. കാരണം വളരെ സ്ട്രിക്റ്റാണ്. അതുപോലെ നമുക്ക് കുടിവെള്ളത്തിനുള്ള കുപ്പിയും ബോട്ടിലൊക്കെ കൊണ്ടുപോകാം. ഇവിടെ നിന്ന് വാങ്ങാനും കിട്ടുന്നതാണ് കുടിവെള്ള ബോട്ടിൽ. പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പം അതിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ തിരിച്ച് കാണിച്ച് കൊടുക്കണം നമ്മളെ ടിക്കറ്റിനോടൊപ്പം തന്നെ. കാരണം തികച്ചും ഒരു പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാണ് പൈതൽ മല. ശരിക്കും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി അതിനെ മലിനപ്പെടുത്താതെ ആ പ്രകൃതി ഭംഗി അങ്ങനെ തന്നെ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ മാത്രം വരുന്നതാണ് നല്ലത്.
ശരിക്കും നമുക്ക് നല്ലൊരു വ്യായാമം കൂടിയാണ് ഈ പൈതൽമല ട്രെക്കിങ്. ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് ഇങ്ങനെ കയറാം. നമ്മുടെ കാലിനും ശരീരത്തിനൊക്കെ നല്ല ആയാസം കൂടി ലഭിക്കുന്നതാണ്. പക്ഷേ ഈ വനത്തിലൂടെയുള്ള യാത്ര നമുക്ക് ശരിക്കും നല്ലൊരു ഉന്മേഷം കൂടി പകരുന്നുണ്ട്. ആ ഒരു ക്ഷീണമൊന്നും നമ്മൾ അറിയുന്നതേ ഇല്ല. വെയിലിപ്പോൾ നല്ല ഉച്ചസ്ഥായിയിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ നമ്മളെ അത് ബാധിക്കുന്നതേ ഇല്ല. കാരണം ഇടതൂർന്ന ഈ മരങ്ങൾ നമുക്ക് നല്ല തണുപ്പും ഒരു നല്ലൊരു ശ്വാസവും പകർന്നു തരുന്നുണ്ട്. ശരിക്കും ഇതിലൂടെയുള്ള നടത്തം ശരിക്കും ഒറ്റപ്പെട്ട വനമേഖലയാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ വഴികളിലൂടെയൊന്നും അങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. കാട്ടാനയൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലും അത് മലയുടെ ഏറ്റവും ടോപ്പിലാണ്. നമ്മളെ വ്യൂ പോയിൻ്റ് ആ ഭാഗത്തൊക്കെയാണ് അധികം ഇറങ്ങാറുള്ളത്. ഈ വഴികളിലൂടെയൊന്നും ആനകൾക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നൊരു വഴികളാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. കാരണം ഒരുപാട് വള്ളികളും മരങ്ങളും ഒക്കെ ഇങ്ങനെ ഇടതോർന്ന് നിൽക്കുന്നതാണ്. പിന്നെ കുത്തനെയുള്ള ചെരിഞ്ഞ പ്രദേശമാണ്. നല്ല ശരിക്കും ആനകൾക്കൊന്നും അങ്ങനെ നടക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമല്ല. അട്ടശല്യമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് അട്ടയും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല സീസണാണ്. പക്ഷേ ഈ വെയിലുള്ള സമയത്തിനേക്കാളും കൂടുതൽ നമുക്ക് ചെറിയ മഴയൊക്കെയുള്ള സമയത്താകുമ്പോൾ നമുക്ക് നല്ല കോടയൊക്കെ കാണാൻ പറ്റും. മുകളിലെത്തിയാൽ തന്നെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി നല്ല കാഴ്ചകൾ മനോഹരമാക്കുന്നതാണ്. കണ്ണൂരിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ ദൂരത്താണ് ഈ പൈതൽമല എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്ന് വരുന്നവർ ശരിക്കും കണ്ണൂർ തളിപ്പറമ്പ് കുടിയാമല പൊട്ടംപ്ലാവ് റൂട്ടിലൂടെ വന്നാൽ മതി. നമുക്ക് ഏത് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. കാരണം അങ്ങനെ ഓഫ് റോഡ് വാഹനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്ത് വരെ നമ്മുടെ വാഹനങ്ങളെല്ലാം കയറി വരുന്നതാണ്. അത്ര വലിയ കയറ്റമൊന്നുമല്ല. കൊടിയാമല വരെ നല്ല സാധാരണ ഹൈവേ ടാറിട്ട റോഡാണ്. അതിനുശേഷം ചെറിയ അത്ര വലിയ റോഡൊന്നുമല്ല, പക്ഷേ സാധാരണ നോർമൽ റോഡാണ്. ചെറിയ ചെറിയ കയറ്റങ്ങളൊക്കെ ഇടയ്ക്കുണ്ട്. എങ്കിലും നമുക്ക് ഏത് വണ്ടിയിലും ബൈക്കിലും ഒക്കെ ഈസി ആയിട്ട് കയറി വരാവുന്ന സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ എത്തിയാൽ തന്നെ നമുക്ക് ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ നമ്മൾ വീക്കെൻഡിലും അതുപോലെ ഹോളിഡേയ്സിലൊക്കെ വരുന്നവർക്ക് റിസോർട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. നല്ല അടിപൊളി റിസോർട്ടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെയുള്ള ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ വന്നാൽ അവർ ട്രക്കിങ്ങൊക്കെ നമുക്ക് ഏർപ്പെടുത്തി തരുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് ട്രക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോവാം. രാവിലത്തെ ആ ഒരു മോർണിംഗ് വൈബൊക്കെ ആസ്വദിച്ചുകൊണ്ട് ട്രക്കിങ് നടത്താം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ട്രക്കിങ്ങൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ റിസോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ ഇവിടുത്തെ റിസോർട്ടും കാര്യങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസുകളൊക്കെ ലഭിക്കുന്നതാണ്. നമ്മളിപ്പോൾ രാവിലെ വരുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കയറിയിട്ടുണ്ട് മുകളിലേക്ക്. പക്ഷേ നമ്മൾ അവരെയൊന്നും വഴിക്കൊന്നും കാണുന്നൊന്നുമില്ല. കാരണം എല്ലാവരും മുകളിലോട്ട് എത്തിയെന്ന് തോന്നുന്നു. നമ്മൾ ഒരുപാട് ലേറ്റായി. ഏകദേശം നമ്മളൊരു 10-10:30 കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മല കയറാൻ തുടങ്ങുമ്പോൾ തന്നെ. ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും മുകളിലെത്തിയിട്ടുണ്ടാവും. നമുക്ക് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല വെയിലാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഈ വഴിയിൽ അങ്ങനെ ചൂടൊന്നും അറിയുന്നില്ല. കാരണം ഈ മരത്തിൻ്റെ ഒരു കാറ്റും തണുപ്പൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉന്മേഷം കിട്ടുന്നുണ്ട് നമുക്ക്. ശരിക്കും ഇവിടെ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നില്ല. കാരണം ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു നല്ലൊരു പ്രദേശമാണ് നമുക്ക് ഈ പൈതൽമല എന്ന് പറഞ്ഞത്. ഒരുപാട് ചീവീടുകളുടെയും മറ്റ് കിളികളുടെയും ഒക്കെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. ഈ കുറേ ഭാഗങ്ങൾ നല്ല സ്റ്റെപ്പ് നല്ലൊരു കയറ്റമാണ്. നല്ല സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. കാരണം അത് നമുക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇതുപോലുള്ള കയറ്റങ്ങളിൽ നമുക്ക് സ്റ്റെപ്പ് കാല് നമുക്ക് ഉയർത്തി വെക്കാൻ ഭയങ്കര പ്രയാസമായിട്ട് തോന്നും കുറേ നടക്കുമ്പോൾ. നമുക്കല്ലാത്ത ഒരു സ്ലോപ്പായിട്ടുള്ള സ്ഥലത്തൊക്കെ നടക്കാനാണ് കുറച്ചുകൂടി സൗകര്യം. കാരണം ഈ സ്റ്റെപ്പ് കയറുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കുറച്ച് ഭാഗം ഏതാണ്ട് നമുക്ക് സ്റ്റെപ്പ് കയറി പോകണം. ഇപ്പം നമ്മൾ ഏകദേശം 1 കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂറിന് മുകളിലായി നമ്മളിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറേ സ്ഥലത്ത് റെസ്റ്റ് എടുത്തിട്ടാണ് മെല്ലെ മെല്ലെ പോകുന്നത്.
ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് നല്ല കാഴ്ചകൾ കാണാം. കുറച്ച് ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ അടുത്തൊന്നും അങ്ങനെ മരങ്ങളൊന്നും കാണുന്നില്ല. നല്ല വ്യൂസ്. ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. നമ്മളെ മുൻപേ നടന്നവരൊക്കെ കുറേ ആൾക്കാർ അവിടെയൊക്കെ കാണുന്നുണ്ട്, ഫോട്ടോസ് എടുക്കാനും മറ്റുമൊക്കെ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ടോപ്പിലെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 1.5 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ നടന്നു. ഇനി ഒരു 500 മീറ്ററും കൂടി നടന്നാൽ അവിടെ എഴുതിയിട്ടുണ്ട്, നമുക്കൊരു 500 മീറ്റർ കൂടി നടന്നാൽ നമുക്ക് ആ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് എത്താം. ഫാമിലി ആയിട്ട് വന്നവരൊക്കെ തിരിച്ചിറങ്ങുന്നവരാണ് ഇവരൊക്കെ ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. വാവ്, നമ്മൾ അങ്ങനെ കുന്നും മലയൊക്കെ താണ്ടി നമ്മൾ പൈതൽ മലയുടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. നല്ല വ്യൂ ആണ്. ഇവിടെ നല്ല വെയിലുണ്ട്, പക്ഷേ സമയം ഏകദേശം 11:45 കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ നല്ല വെയിലുണ്ട്. ഏകദേശം ഉച്ചയാവാറായി എന്ന് പറയാം. ഇത് ശരിക്കും ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഈ പുല്ലും ഒക്കെ ഇങ്ങനെ ഒരു കരിഞ്ഞുണങ്ങിയ ഒരു കാഴ്ചയാണ് കാണുന്നത്. ശരിക്കും അല്ലാത്ത സമയത്താണെങ്കിൽ ഏകദേശം ചെറിയൊരു മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും. ഇവിടെ നല്ല ഗ്രീനറി, നമുക്ക് കുറച്ചുകൂടി നല്ല വ്യൂസ് കിട്ടും. നല്ല ഫോട്ടോസ് എടുക്കാനും കാണാനും ഒക്കെ നല്ല അടിപൊളി വ്യൂസ് കിട്ടുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു ഓഫ് സീസൺ പോലെയാണ്, എങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല കാഴ്ചകളാണ്. ഒരുപാട് ദൂരത്തോളം നമുക്ക് ഈ മലകളൊക്കെ ഇങ്ങനെ കാണാം. ഒരുപാട് വനങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നു. ഇനിയും നമുക്ക് ഏകദേശം ഒരു 500 മീറ്ററോളം നേരെ നടക്കാനുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വ്യൂ പോയിൻ്റ് എത്തുക. വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ഒരു വാച്ച് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇനിയും 500 മീറ്ററോളം നടക്കണം. നമുക്ക് നേരെ നോക്കിയാൽ കാണാം അങ്ങ് എൻഡ് വരെ ഇനിയും നടക്കാനുണ്ട്. നടക്കേണ്ട കാര്യം വിചാരിക്കുമ്പോൾ ചെറിയൊരു മടിയുണ്ട്, കാരണം ഇനി അങ്ങോട്ട് നല്ല വെയിലാണ്. നമ്മൾ ആ മരങ്ങളൊക്കെ കഴിഞ്ഞു, നല്ല വെയിലാണ്. ഇപ്പം എന്തായാലും നമുക്ക് നടന്നു പോവാം അങ്ങോട്ടേക്ക്. ആ മലകളിങ്ങനെ ഓരോ തട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും നമ്മൾ ഏകദേശം ഉച്ചയാവാറായി. ഇപ്പം നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് കയറുന്നവർ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വിശ്രമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ആയിട്ട് കയറാം. ഏകദേശം ഒരു ദിവസം മൊത്തം ഇവിടെ ചിലവഴിക്കുന്ന രീതിയിൽ വേണം ഇങ്ങോട്ടേക്ക് ട്രിപ്പിന് വരുന്നവർ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ റിസോർട്ടൊക്കെ എടുത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ദൂരോട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട് രാവിലെ മല കയറുന്നതായിരിക്കും നല്ലത്. അവിടെ വഴി കാണുന്നുണ്ട്. ആ വഴിയിലൂടെ ഒരുപാട് ദൂരത്തോട്ട് വരെ ആൾക്കാർ ഇങ്ങനെ കാണുന്നുണ്ട്. അവരൊക്കെ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നവരാണ്. നമുക്കും ഇനി അവിടെ എത്താനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്കൊന്ന് നടന്നു പോവാം. കുറേ ആൾക്കാർ ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. ഇത് നല്ലൊരു കയറ്റാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങി വന്ന നല്ലൊരു ഇറക്കമാണ്. ഇതാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ നമ്മൾ ഇത്രയും കയറിയതിനേക്കാളും കുറച്ചുകൂടി ഭയങ്കര നല്ലൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു ഇറക്കമാണ് ഇപ്പം നമ്മൾ വന്നത്. അതാണ് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഇറക്കം. ഇപ്പം എന്തായാലും അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുമുണ്ട് കുറച്ച് ദൂരം കൂടി താണ്ടാൻ വേണ്ടി. വെയിലിന് ഇങ്ങനെ ചൂട് കൂടിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു കുളിർമയുണ്ട്. ഈ സമയത്ത് വരുന്നവർ തൊപ്പി, കണ്ണട, കുട അങ്ങനത്തെ വേണ്ട ഗാഡ്ജറ്റ്സൊക്കെ കരുതാൻ മറക്കരുത്. പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം കൊണ്ടുവരാം. നമുക്ക് പ്ലാസ്റ്റിക് കർശനമായിട്ട് നിരോധിച്ച സ്ഥലമാണ്. നമുക്കൊരു മുട്ടായി കടലാസ് പോലും ഇവിടെ ഇടാൻ പാടില്ല. കാരണം മുട്ടായി ഉണ്ടോയെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ബാഗിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. ഫുഡ് അതുപോലെ ഇലയിൽ പൊതിഞ്ഞ ഭക്ഷണം, നമുക്ക് ചോറോ കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും കൊണ്ടുവരാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കുടിവെള്ളം കൊണ്ടുവരാം. ഇപ്പം നമ്മൾ നടന്നിട്ട് ഏകദേശം ആ വാച്ച് ടവറിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പം നമുക്കും ഇനി അതിൻ്റെ മുകളിലേക്ക് പോകണം. വലിയൊരു വാച്ച് ടവർ ഒന്നുമല്ല, ചെറിയൊരു വലിയ ഹൈറ്റ് ഒന്നുമില്ലാതെ ചെറിയൊരു അവിടെ ഒരു ബിൽഡിങ്, അവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ താമസിക്കുന്നുണ്ട്. അവിടെ എല്ലാ ഒരു ഗാർഡും അങ്ങനത്തെ ഒരു സ്ഥലം മാത്രമാണ്. അവിടെ ഒരു ടാങ്ക് ഉണ്ട്.
ശരിക്കും നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് നല്ലൊരു സീനറിയാണ്. നമുക്ക് നല്ല ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്, കാരണം നല്ല വെയിലും വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട്. ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്, ഇവിടെ നിന്ന് യഥേഷ്ടം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാർലിയിൽ ദുൽഖർ സൽമാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് മിനറൽസ് ഉള്ള വെള്ളമായിരിക്കും. കാരണം ശരിക്കും ഇത് അവർ പറഞ്ഞ വനത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്, ഡയറക്റ്റ് വരുന്നതാണ്. അതിങ്ങനെ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കും. പൈപ്പും അങ്ങനത്തെ മോട്ടറും ഒന്നുമല്ല. ഈ ടാങ്ക് ഉണ്ട്, ടാങ്കിലേക്ക് ഇപ്പോൾ സാധാരണ വെള്ളം വെക്കാറുണ്ട്, ഇപ്പോൾ അതിൽ വെള്ളം കാണുന്നില്ല. അപ്പോൾ ഇതാണ് ചെറിയൊരു വാച്ച് ടവർ. ഇങ്ങോട്ട് കയറിയാൽ നമുക്ക് നല്ല വ്യൂ, ഈ പൈതൽമല മുഴുവൻ നല്ല വ്യൂ കാണാം. അധികം ഹൈറ്റുള്ളൊരു വാച്ച് ടവർ എന്നല്ല, കുറച്ച് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ചെറിയൊരു 2 നില ബിൽഡിങ്ങിൻ്റെ അത്രയും ഹൈറ്റ് മാത്രമുള്ളൊരു വാച്ച് ടവറാണ്. പക്ഷേ അവിടെ നിന്നാൽ തന്നെ നമുക്ക് ഏകദേശം ഈ മലയുടെ മുഴുവൻ കാണാൻ പറ്റും. ഇതിൻ്റെ ചുറ്റും കാണാം ഒരുപാട്. ഇപ്പം നമ്മൾ കയറി വന്ന പോലെ തന്നെയുള്ള മലകൾ അങ്ങ് ദൂരോട്ട് നമുക്ക് കാണാവുന്ന നല്ല രസമുണ്ട് അവിടെയൊക്കെ കാണാൻ. അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കാടുകളുണ്ട്. നമ്മളിവിടെ നിന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ഏരിയ പോലെ തോന്നുന്നത്, പക്ഷേ അതൊക്കെ വിശാലമായ സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ കയറി വന്നതിനേക്കാൾ ഒരുപാട് വലിയ വനങ്ങളും ഒക്കെയാണ് അവിടെയുള്ളത്. ശരിക്കും അങ്ങോട്ടൊക്കെ എത്തിപ്പെടാനുള്ള വഴിയുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇവിടുന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ഏത് ക്യാമറയിൽ നിന്ന് എടുത്താൽ പോലും നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. കാരണം ലൈറ്റിൻ്റെ ആ ഒരു നല്ലൊരു വെയിൽ നല്ല കറക്റ്റ് സ്ഥലത്താണുള്ളത്, അപ്പോൾ നല്ല ലൈറ്റ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ ഏത് ക്യാമറയിൽ ഒരു മൊബൈൽ ഫോട്ടോ എടുത്താലും നല്ലൊരു ക്ലാരിറ്റിയുള്ള പിക്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും ഇവിടെ കോടമഞ്ഞും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല വൈബ് ഉണ്ടാവുമായിരുന്നു. അതുപോലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ വന്നാൽ നമുക്ക് ആ സൺസെറ്റിൻ്റെ സമയത്ത് കുറച്ചുകൂടി നല്ലൊരു ആ വെയിലിൻ്റെ കാഠിന്യമൊക്കെ കുറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇവിടെ റിലാക്സ് ചെയ്ത് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് വെയിൽ കുറച്ച് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആ മേഘങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും നമ്മൾ ആകാശത്തോളം ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള വാച്ച് ടവർ. അതിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശരിക്കും 4 ഭാഗത്ത് നോക്കിയാലും ആകാശവും മലയും മാത്രം, മറ്റൊന്നും കാണാനില്ല, കാടും. വേറെ ഏതോ ഒരു ലോകത്തെത്തിയൊരു ഫീലാണ് നമുക്കിതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ. നമ്മൾ നടന്നു വന്ന സ്ഥലം കാണുമ്പോൾ ചെറിയൊരു പേടി തോന്നുന്നുണ്ട്, കാരണം അത്രയും ദൂരത്തേക്ക് ഇനി തിരിച്ചെത്തണമല്ലോ എന്ന് വിചാരിക്കുമ്പോഴുള്ള ഒരു ഭയം. ആ കാണുന്ന ടോപ്പിലേക്കാണ് നമുക്കിനി തിരിച്ച് നടക്കേണ്ടത്. അവിടെ ദൂരത്ത് നോക്കിയാൽ നമുക്ക് കാണാം ആ ബിൽഡിങ്ങൊക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഫോറസ്റ്റിൻ്റെ ഓഫീസും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുമ്പോൾ നമ്മളങ്ങ് കാണുന്നുണ്ട്. അപ്പം നമ്മൾ എത്ര ദൂരത്താണ് എത്തിയതെന്ന് നമുക്ക് അവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇനി ഇവിടുന്ന് താഴോട്ട് പോയാൽ ചെറിയൊരു വ്യൂ പോയിൻറ്റും കൂടിയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ കാണുന്ന റോഡ് വഴി താഴോട്ട് ഏകദേശം ഒരു 100-200 മീറ്ററും കൂടി നടന്നാൽ കുറച്ചുകൂടി അടുത്തേക്ക് നമുക്ക് ഈ ആ ഒരു കൊക്കയിലേക്കുള്ള കുറച്ചുകൂടി അടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ്. അപ്പം നമ്മളെന്തായാലും ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു പരിപാടി നോക്കട്ടെ. ഇതുപോലുള്ള തണലുകൾ ഇഷ്ടം പോലെ കിട്ടും. ഇവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. എന്നിട്ട് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോയാൽ നമുക്ക് കുറച്ചുകൂടി നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മളെ പൈതൽമലയുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും കണ്ണൂർ ജില്ലയിലേക്ക് യാത്രയൊക്കെ വരുന്നവർ, പ്രകൃതിയെ സ്നേഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് പൈതൽമല. ഇടയ്ക്കിടയ്ക്ക് ഫാമിലിയായിട്ടും അല്ലാതെയും ഒറ്റയ്ക്കുമൊക്കെ നമുക്ക് ശരിക്കും നമ്മളെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇടയ്ക്ക് ഇതുപോലുള്ള ട്രക്കിംഗ് ഒക്കെ നടത്തിയാൽ നമ്മൾ പ്രകൃതിയുമായിട്ട് കുറച്ചുകൂടി ഇണങ്ങി ജീവിക്കാൻ സാധിക്കുന്നതാണ്.